നമസ്കാരം. സെപ്റ്റംബർ മാസം 26-ന് ശേഷം വളരെ അനുകൂലമായ സമയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തുകയാണ്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗം ഭാഗ്യാനുഭവത്തിലൂടെ വന്നു ചേരുന്നു. ഇവർ ലോകത്തിൻ്റെ ഏതു കോണിലായാലും ഈ നക്ഷത്ര ജാതകരെ സൗഭാഗ്യം തേടി വരും. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ധനഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു എന്നത് തന്നെയാണ്. ജ്യോതിഷത്തിൽ രാഹുവിൻ്റെ അതിദേവതകളാണ് സർപ്പങ്ങൾ. ഈ പറയുന്ന 11 നക്ഷത്ര ജാതകരും സർപ്പക്ഷേത്രങ്ങളിൽ ആയില്യം നാളിൽ 100 പാല് സമർപ്പിച്ച് യഥാശക്തി വഴിപാട് നടത്തി പ്രാർത്ഥന നടത്തുക. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഈ നക്ഷത്ര ജാതകർക്ക് ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെയായിരുന്നു. എന്നാൽ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഇവരെ അലട്ടുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധി ഇവർ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇവർക്ക് ഇനി മുതൽ സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ്. പറയാൻ പോകുന്ന 11 നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഉച്ചിയിൽ ഉദിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഒരു സൗഭാഗ്യം ഇവരെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കും. ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ചില വഴിപാടുകൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യണം. ആ വഴിപാടുകൾ തന്നെ ഇവരുടെ ജീവിതം മാറ്റിമറിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ എത്തുന്നത്. ഇനി ഇവരുടെ നല്ല സമയമാണ്. ഒരുപക്ഷെ ഒരു ലോട്ടറി തന്നെ ഇവർക്ക് അടിച്ചേക്കാം. അതല്ലെങ്കിൽ മറ്റു വിധേനെ ഏതെങ്കിലും രീതിയിൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ലാഭത്തിലേക്കും നേട്ടത്തിലേക്കും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് എത്താൻ സാധിക്കും. വഴിപാടുകൾ കൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ശത്രുശല്യങ്ങളൊക്കെ അപ്പാടെ മാറിക്കിട്ടുന്ന സമയമാണ്. മഴ കാത്തു നിന്ന വേഴാമ്പലിനെ പോലെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. അതെന്താണെന്നും അവർക്ക് എത്ര നാൾ ഇത് അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുമെന്നുമൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ വെള്ളിയാഴ്ചയാണ്. അമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. അപ്പോൾ മറക്കേണ്ട, ഈ പറയുന്ന നക്ഷത്ര ജാതകർ സർപ്പക്ഷേത്രങ്ങളിൽ ആയില്യം നാളിൽ 100 പാല് സമർപ്പിച്ച് യഥാശക്തി മറ്റ് വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. നല്ലൊരു ഭാഗ്യം, നല്ലൊരു ജീവിത വിജയം ഇവരെ കാത്തിരിപ്പുണ്ട്. അത് ഇവരെ ആശ്ചര്യപ്പെടുത്തും, ഇവരെ ഞെട്ടിപ്പിക്കും. ഇവരുടെ ജീവിതത്തിൽ ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. 11 നാളുകാർക്ക് ശുക്രൻ ഉച്ചിയിൽ ഉദിക്കുന്നു. വളരെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ്. സർവ്വവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ കഴിയുന്നു. വിഘ്ന നിവാരണത്തിനായി, വിഘ്നശാന്തിക്കായി ഗണപതി ഭഗവാനെ പൂജിക്കുക. സർവസമ്പത്തും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തണം. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. സർവസുഖഭോഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ആദ്യത്തെ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ ധനുരാശിക്കാർ തന്നെയാണ്. മൂലം, പൂരാടം, ഉത്രാടം. ശുക്രൻ 11-ാം ഭാവത്തിലാണ്. ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനാഗമനത്തിൻ്റെ സമയമാണ്. ജീവിതത്തിൽ എത്രമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ക്ലേശങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് സർവ്വവിധ സമ്പത്തും വന്നു ചേരും.
ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള ഇട ദൈവമായി ഒരുക്കും. പങ്കാളിയുടെ ഇഷ്ടത്തിനും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനം കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. എല്ലാ സൗകര്യങ്ങളും ഇവർ നേടും. സെപ്റ്റംബർ മാസം 26-ന് ശേഷം ഇവർ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം മറ്റൊന്നുമല്ല, ഒരു വീട് വയ്ക്കുവാനുള്ള തീരുമാനം, അല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുവാനുള്ള തീരുമാനം, അതല്ലെങ്കിൽ ഒരു വീട് വെച്ച് അവിടെ താമസമാകുവാനുള്ള തീരുമാനം. ഏതായാലും ഇവരെടുക്കുന്ന തീരുമാനം അത് നടന്നു തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനുള്ള പണം എവിടെയെന്ന്? അത് നടന്നിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ പൂവണിയുന്ന സമയമാണ്. ജീവിതത്തിൽ നന്നായി ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കും അത് സാധ്യമാകുന്നു. ധനുരാശിക്കാർക്ക് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ശുക്രൻ 11-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിന് സാധ്യമാകുന്നു. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ഇനി ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. അടുത്തത് മിഥുനൻ രാശിക്കാരാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. മകയിരം, തിരുവാതിര, പുണർതം ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർക്ക് എത്താൻ സാധിക്കും. ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സങ്കടങ്ങളില്ല. നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. ഒരുപക്ഷെ ഒരു ലോട്ടറി ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചേക്കാം. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ധന അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അവിട്ടവും ചതയവും പൂരുരുട്ടാതിയുമാണ്. ഇവരെ സംബന്ധിച്ച് ശുക്രൻ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതിവർക്ക് ധനലാഭം കൊണ്ടെത്തിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഈ നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെട്ടിരിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ജീവിതത്തിലെ എത്ര വലിയ ദുരിത ദുഃഖങ്ങൾ ഇവരെ അലട്ടുന്നുണ്ടെങ്കിൽ തന്നെയും അതൊക്കെ വളരെ നിഷ്പ്രയാസം ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെയുള്ള അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഒരു ഭാഗ്യക്കുറി അടിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട് എന്ന് കരുതി അമിതമായി ലോട്ടറി ഒന്നും എടുക്കേണ്ട. നിങ്ങൾക്കൊക്കെയും ഒരു ലക്കി നമ്പറുണ്ട്, ഒരു ഭാഗ്യ നമ്പറുണ്ട്. അത് മകീരത്തിനാണെങ്കിലും തിരുവാതിരയ്ക്കാണെങ്കിലും പുണർത്തത്തിനാണെങ്കിലും മൂലത്തിനാണെങ്കിലും പൂരാടത്തിനാണെങ്കിലും ഉത്രാടത്തിനാണെങ്കിലും അവിട്ടത്തിനാണെങ്കിലും ചതയത്തിനാണെങ്കിലും പൂരുരുട്ടാതിക്കും ആണെങ്കിലും ഒരു ഭാഗ്യ നമ്പറുണ്ട്. ആ ഭാഗ്യ നമ്പർ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആ നമ്പർ പറഞ്ഞു തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് അതൊരു ഭാഗ്യമാകും. നിങ്ങളുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഈ ഭാഗ്യ നമ്പരൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 3 നക്ഷത്ര ജാതകരിൽ അടുത്ത 2 നക്ഷത്ര ജാതകരെ കൂടി നമുക്കറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പന്നതയിൽ പോകുവാൻ പൂയം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. കർക്കശതയൊക്കെ കുറയ്ക്കുക. മനസ്സിൽ എപ്പോഴും ദുഃഖമായിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. ആ ദുഃഖമൊക്കെ മാറുക. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറുക. സമൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന ഒരു ദുഃഖം നിങ്ങളിലുണ്ട്. ആ ദുഃഖമൊക്കെ മാറും. നിങ്ങൾ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടോ, എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടോ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ലഭ്യമാകും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. രേവതിക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തുക. ആയില്യം നാളിൽ സർപ്പക്കാവിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട്, അതുപോലെ നൂറും പാലും ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക. വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രക്ഷപ്പെടുക തന്നെ ചെയ്യും.